ശ്രീകൃഷ്ണ ജ്യോതിഷാലേക്ക് ഏവർക്കും സ്വാഗതം. ഫെബ്രുവരി മാസത്തെ ഫലമാണ് പറയുന്നത്. ഫെബ്രുവരി മാസത്തിൽ കുംഭക്കൂറുകാർക്ക് അഥവാ കുംഭ രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. ലഗ്നത്തിൽ തന്നെ സഞ്ചരിച്ചിരിക്കുന്ന ശനി, അതായത് അവിട്ടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും ചതയവും പൂരോട്ടാതിയുടെ അവസാനത്തെ മുക്കാൽ ഭാഗവും കൂടി ചേരുന്ന കുംഭ രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. ലഗ്നത്തിൽ തന്നെ സഞ്ചരിച്ചുകൊണ്ട് ശനി, 2-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു, ശുക്രൻ, അതുപോലെ തന്നെ 4-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം, 5-ൽ ചൊവ്വ, 8-ൽ കേതു, 12-ൽ സൂര്യനും ബുധനും. ഇതാണ് ഗ്രഹസ്ഥിതി വരുന്നത്. പൊതുവെ സൂര്യചാരവസാനം നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. എന്നിരുന്നാലും അനുകൂല ഭാവത്തിൽ, അതായത് അനുകൂല സ്ഥിതിയിൽ വരുന്ന ഗ്രഹങ്ങൾ വളരെ കുറവാണ്. അതായത് രാഹു ഗുണമല്ല, ശുക്രൻ ഗുണമാണ്, ശനി ഗുണമല്ല, വ്യാഴം ഗുണമല്ല, ത്രികോണ സ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ഒരു പരിമിത ഗുണമാണ്, അഷ്ടമം നിൽക്കുന്ന കേതു ഗുണമല്ല, 12-ൽ ബുധൻ അനുകൂലമാണ്, സൂര്യൻ അനുകൂലമല്ല, എങ്ങനെയൊക്കെ കാണുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഇവർ പ്രത്യേകം ഈ മാസം കുറച്ച് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം കണ്ടകശനി, ജന്മശനി എന്നിവ, ഏഴശനി എന്നിവ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഈ ജന്മശനിയും കണ്ടകശനിയും പോണ ഒരു പോക്കാണ്. അതായത് ഫെബ്രുവരി മാർച്ച് അവസാനത്തിനുള്ളിൽ ഇപ്പോൾ പോകും. അപ്പോൾ ഈ മാർച്ച് എന്ന സമയത്ത്, അതായത് അത് പോകെ അതായത് കണ്ടകശനി മൊത്തം ജന്മശനിയൊക്കെ പോകെ കുറച്ച് അരിഷ്ടതകൾ, ദേഹസംബന്ധമായിട്ടുള്ള അരിഷ്ടതകൾ കൊണ്ടുവരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. മനോവിഷമത്തിന് ഇടയാകുന്ന ചെറിയ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മനസ്സിന് അത്ര ഉചിതമല്ലാത്ത പ്രശ്നങ്ങൾ കേൾക്കുവാനുള്ള ഇടകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കളുടെ അരിഷ്ടത, അല്ലെങ്കിൽ അവർക്കുള്ള രോഗങ്ങൾ, ആശുപത്രി ചെലവ്, അങ്ങനെയുള്ള ഇതെല്ലാം വരുവാനുള്ള സാധ്യത, ധനത്തിന് കുറച്ച് ചിലവ് വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യം നടക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. പരിഹാരം നിർബന്ധമാണ് എന്നുള്ള പറയുന്നത്. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള മേഖലയിൽ കുട്ടികളെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എക്സാം മറ്റു വരികയാണെങ്കിലും, ഇൻ്റർവ്യൂ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പങ്കെടുക്കുകയാണെങ്കിലും വളരെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഹോസ്റ്റൽ സംബന്ധമായിട്ടുള്ള ലെവലുകളിൽ താമസിക്കുന്നവരെല്ലാം സ്വതന്ത്രമായി നിൽക്കുകയാണെങ്കിൽ, അതായത് ചീത്ത കൂട്ടുകെട്ട്, അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തി, അല്ലെങ്കിൽ ദുഷ്ചിന്തകൾ, അല്ലെങ്കിൽ ചീത്ത സ്വഭാവങ്ങൾ, ലഹരി വസ്തുക്കൾക്ക് ഉടമയാകുക, അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളെല്ലാം വന്നു ചേരുവാനുള്ള സാധ്യത ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ നിന്നും കുറച്ച് വിട്ടു നിൽക്കുന്ന ഒരു മനോഭാവം ഉണ്ടാവും. ചീത്ത കൂട്ടുകെട്ടുകൾ കൂടുതലും അകറ്റി നിർത്തുക എന്നാണ് പറയുന്നത്. അത് നമ്മൾ സ്വയം മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും എന്നുള്ളത്. കുടുംബത്തിൽ കലഹം വരാതെ ഭാര്യ ഭർത്താക്കന്മാർ വളരെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. അതുപോലെ സന്താനങ്ങളെയും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മക്കളെയും ശ്രദ്ധിക്കേണ്ടത്. കുടുംബത്തിൽ വഴക്കുണ്ടായാൽ സന്താനങ്ങളെ ശ്രദ്ധിക്കാതെ പോകാനുള്ളൊരു അടിയുണ്ട്. അത് കാരണം അവരോട് തമ്മിൽ ഒരു ഐക്യത കൊണ്ടു നടക്കുന്നത് മൂലം കുടുംബത്തിൽ സമാധാന വിവരങ്ങളുണ്ട്. മനസ്സിൽ ഇതൊന്ന് വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ ദേഷ്യം വരികയാണെങ്കിലും, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ടുള്ള പ്രയോജനമാണെങ്കിലും, അത് ചിന്ത വരികയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നാണ് പറയുന്നത്. ശാസ്താവെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ശനിയാഴ്ചയും നീരാഞ്ജനം വഴിപാടും എള്ളു പായസം നടത്തുന്നത് വളരെ ഉത്തമമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് നീരാഞ്ജനം നിർബന്ധമായി നടത്തേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ മഹാവിഷ്ണുവിൽ വ്യാഴാഴ്ച പറ്റുമെങ്കിൽ എല്ലാ ആഴ്ചയും ചെയ്യുകയാണെങ്കിൽ ഉത്തമം. അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ, അല്ലെങ്കിൽ മാസത്തിലൊന്നോ, അല്ലെങ്കിൽ ഈ മാസം വിപുലപരമായിട്ടുള്ളൊരു മഹാവിഷ്ണു ഒരു ത്രികാല പൂജയോ, ഒരു ദിവസത്തെ പൂജയോ ചെയ്തു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ള ഫലമായി. അല്ലാത്ത പക്ഷം സഹസ്രനാമർച്ചന എല്ലാ ആഴ്ചയും ചെയ്തു വരിക. അല്ലാത്ത പക്ഷം പാൽപ്പായസം, തുളസിമാല, മഞ്ഞപ്പട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം, അവരവർക്ക് ഇഷ്ടമുള്ളത്. എന്നിരുന്നാലും കുറച്ച് ബലമായിട്ടുള്ള ചെയ്യുന്നത് നന്നായിരിക്കും എന്നാണ് പറയാനുള്ളത്. ദേഹാരിഷ്ടത അതായത് ദേഹത്തിന് അസുഖം വലുതും വരികയാണെങ്കിൽ പെട്ടെന്ന് ആശുപത്രിവാസം, അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കുക എന്നിവയെല്ലാം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സാരമില്ല എന്ന് കണക്കാക്കരുത്, അതായത് കുഴപ്പമില്ല എന്നുള്ളത് കണക്കാക്കരുത്. അതുപോലെ ചികിത്സാധനം, തൊഴിൽ സംബന്ധമായിട്ടുള്ള വളരെ ശ്രദ്ധിക്കാനുള്ളതുണ്ട്. ചിലപ്പോൾ തൊഴിലെല്ലാം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയെല്ലാം ഈ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം ബുദ്ധിപൂർവ്വം ചെയ്യണം. ഈ തൊഴിൽ മാറ്റി വേറെ തൊഴിലിലേക്ക് ചാടിയാലോ എന്നൊരു ചിന്തയുണ്ടാവും. ഏഴരശനി കഴിഞ്ഞ്, അത് ജന്മശനി കണ്ടകശനി കഴിഞ്ഞതിന് ശേഷം അത് തീരുമാനിച്ചാൽ മതി എന്നുള്ളതാണ് അഭിപ്രായമുള്ളത്. അതുപോലെ തന്നെ 8-ാം ഭാവത്തിൽ കേതു നിൽക്കുന്ന കാരണം പെട്ടെന്നുള്ള ചില ഓപ്പറേഷനുകളെല്ലാം പെട്ടെന്ന് വേണ്ടി വരുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അത് കാരണം ഗണപതിക്ക് ഒരു ഗണപതി ഹോമം തന്നെ കഴിക്കുകയും മൃത്യുഞ്ജയ ഹോമം ഒന്ന് കഴിപ്പിക്കുന്നതും വളരെ ഉത്തമമായിട്ട് കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ നക്ഷത്രാവസാനമുള്ള പരിഹാരങ്ങൾ ചെയ്യണം. അതായത് അവിടുത്തെ നക്ഷത്രക്കാർക്ക് ഭഗവത് സേവ, ഭഗവതി ക്ഷേത്രത്തിൽ ചതയ നക്ഷത്രക്കാർക്ക് 100 പാലും നാഗത്തിങ്കിൽ, അതുപോലെ
പുറകോട്ട് നഷ്ടക്കാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മഹാവിഷ്ണു മഞ്ഞപ്പട്ട്, തുളസിമാല, പാൽപ്പായസം എന്നിവയും നടത്തി വരുന്നത് മൂലം ദോഷാധിക്യം കുറഞ്ഞു വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. മൃത്യുഞ്ജയ ഹോമം അതോടൊപ്പം ശിവക്ഷേത്രത്തിൽ നടത്തുന്നത് മൂലം കുറേ ആപത്തുകൾ അറിയാനുള്ള സാധ്യതയുണ്ട്. വരാനുള്ള വഴി തങ്ങില്ല, അപ്പോൾ അതിൻ്റെ കാഠിന്യം കുറയും എന്നുള്ളതാണ് പറയുന്നത്. വരാനുള്ളത് വഴി തങ്ങില്ല, പക്ഷേ അതിൻ്റെ കാഠിന്യം കുറഞ്ഞു കിട്ടും പരിഹാരം ചെയ്യുന്നുമുണ്ട്. അതുകൂടെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള ഇതിൽ വളരെ ശ്രദ്ധിക്കണം. വാഹന ജോലിയായി ചെയ്യുന്നവർക്കും പ്രശ്നമാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ പുതിയ ബിസിനസ്സിനെ പറ്റി ചിന്തിക്കേണ്ട, പുതിയ അവസരങ്ങൾ വരുവാനുള്ള സാധ്യത കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കണം. എല്ലാ മേഖലയിൽപ്പെട്ടിരിക്കുന്നവർക്കും ഇനി ഇന്നൊരു മേഖല എന്നെടുത്ത് പറയുന്നത് എല്ലാ മേഖലയിൽപ്പെട്ടിരിക്കുന്നവർക്കും ഇത് ബാധകമാണ് എന്നുള്ളതാണ് പറയുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ മെഡിസിൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള, അതായത് ഫൈനാൻസ് സംബന്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നവരും ശ്രദ്ധിക്കണം. ബാക്കി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നാണ് പറയുന്നത്. എടുത്തു പറയേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്ന 5ാമത്തെ ചൊവ്വ നിൽക്കുന്ന കാരണം നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളൊന്നും ശരിയായിരിക്കണമെന്നില്ല. അത് കാരണം മറ്റുള്ളവരുടെ ഉപദേശം, പ്രധാനപ്പെട്ട ചിന്തകൾ വരുന്ന സമയത്ത് മറ്റുള്ളവരുടെ ഉപദേശം ചെയ്യുന്നത് വളരെ ഉദ്ദേശപരമായിരിക്കും. അതുപോലെ തന്നെ പുതിയ സംരംഭങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കരുത് വെച്ച് പറഞ്ഞാൽ ഇപ്പോഴൊന്നും ചിന്തിക്കരുത് എന്നുള്ള പറയുന്നത്. പുതിയ സംരംഭങ്ങൾ വെച്ച് പറഞ്ഞാൽ എന്തും ആയിക്കോട്ടെ, തൊഴിലായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഷോറൂമുകൾ തുറക്കുന്നതായിക്കോട്ടെ, അതുപോലെ തന്നെ വിദേശ ജോലി ആയിക്കോട്ടെ, സിനിമ ഷൂട്ടിങ് നിർമ്മാതാവാണെങ്കിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിക്കോട്ടെ, അതെല്ലാം നിർത്തിവയ്ക്കുക എന്നുള്ളതാണ് പറയുന്നത്. കുറച്ചുകൂടി സമയം നമുക്ക് അവകാശം വേണം എന്നുള്ള പറയുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. കുംഭരാശിക്കാർക്ക് ക്ഷമിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഫലം എന്നാൽ പിൽക്കാലത്ത് വരാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. നമസ്കാരം.